നിങ്ങൾക്കൊരു പിടി വിത്ത് തന്നു കഴിഞ്ഞാൽ, ഒരു നല്ല 1 ഏക്കർ സ്ഥലവും തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാം? ആദ്യം എന്ത് ചെയ്യും സർ? ഡയറക്റ്റ് കൊണ്ട് വിതയ്ക്കോ? എന്തുകൊണ്ട്? കറക്റ്റ്. നിങ്ങൾക്കറിയാം, അത് ആദ്യം ഉഴുതുമറിക്കണം, ഉഴുതുമറിച്ച് പാകമാക്കണം, വേണ്ടതായ വളങ്ങളെല്ലാം ചേർക്കണം. കറക്റ്റ് ആണോ? ഇതെല്ലാവർക്കും അറിയാം. കാരണം പാരമ്പര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ ജനിക്കുന്നതിന് മുൻപും എത്രയോ വർഷങ്ങളായിട്ട്. ആണോ? അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് അറിയാം. അപ്പൊ ഉഴുതുമറിക്കണം. തുരുമ്പ് പിടിച്ച ഒരു ഇരുമ്പ് ഒരു പെയിന്റർക്ക് കൊടുത്താൽ എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? തുരുമ്പ് കളയണം. കറക്റ്റ്. പിന്നീട് തുരുമ്പ് കളയുന്ന ചിലപ്പം കത്തിയോ ഉള്ളിയോ വെച്ചിട്ടായിരിക്കാം. ആണോ അല്ലേ? സെക്കൻഡ് സ്റ്റേജ് എന്താ? പേപ്പർ ഇട്ട് അതിനെ സ്മൂത്ത് ആക്കും, ബാക്കിയും കൂടി ഉള്ളതെല്ലാം കളയും. കറക്റ്റ്. എന്നിട്ട് മെറ്റൽ പ്രൈമർ അടിക്കും, പിന്നീട് പെയിന്റ് അടിക്കും, പിന്നീട് ക്ലിയർ അടിക്കുന്നതുകൊണ്ട്, ക്ലിയർ അടിക്കാതെ വീണ്ടും ഡബിൾ കോട്ട്, ത്രിബിൾ കോട്ട് അടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. സത്യമല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഞാനിവിടെ ചെയ്യുന്ന എന്താ? ഒരു പക്ഷേ 1 ഏക്കർ സ്ഥലം ഞാൻ ഉഴുതുമറിക്കുകയാണെന്ന് കരുതിക്കോളൂ. റെഡി? ഒരുവൻ വിത്ത് വിതച്ചു, കുറച്ച് മുൾച്ചെടികൾക്കുള്ളിൽ വീണു, കുറച്ച് കുന്നിൻ ചെരിവിൽ വീണു, കുറച്ച് വഴിയരികിൽ വീണു, കുറച്ച് നല്ല നിലങ്ങളിൽ വീണു. വഴിയരികിൽ വീണതിനെ ആളുകൾ ചവിട്ടി മതിച്ചു, കുന്നിൻ ചെരിവിൽ വീണത് കാറ്റടിച്ചു പറന്നുപോയി, മുൾച്ചെടികൾക്കുള്ളിൽ വീണതിനെ വളരെ അനുവദിച്ചില്ല, മുള്ളു ഞെരുക്കി കളഞ്ഞു. നല്ല നിലങ്ങളിൽ വീണത് 100 മേനി ഫലം പുറപ്പെടുവിച്ചു. ഇതിൽ വിത്തുകൾക്ക് എന്താണ് കംപ്ലൈന്റ്? പറയൂ. ഇല്ലല്ലോ. വീണ സ്ഥലം മാറിപ്പോയി. ആണോ അല്ലേ? എനിക്കും നിങ്ങളോട് പറയാനുള്ളതാ. ഈ ഇരിക്കുന്ന നിങ്ങളോ പുറത്തിരിക്കുന്ന മറ്റു ജനങ്ങളോ ഈ ലോകത്തിലെ സകലമാന മനുഷ്യരും മോശക്കാരല്ല.